നമസ്കാരം. സഭയിൽ സച്ചിൻ ദേവ് MLA പൊളിച്ചടുക്കി VD സതീശൻ. കണ്ണൂരിലെ ബോംബ് നിർമ്മാണ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ നിയമസഭയിൽ അനാവശ്യമായി ബഹളമുണ്ടാക്കിയ സച്ചിൻ ദേവ് MLA KSRTC ഡ്രൈവറെ വിരട്ടിയ കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു VD സതീശൻ. അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിനിടയിലാണ് സച്ചിൻ ദേവ് ബഹളമുണ്ടാക്കിയത്. പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ കാര്യങ്ങളാണ് CPM ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതാണ് സച്ചിൻ ദേവിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ സച്ചിനും തിരുവനന്തപുരം മേയറും ഭാര്യയുമായ ആര്യയും KSRTC ബസ് നടു റോഡിൽ തടഞ്ഞത് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഞാൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോഡിൽ വിരട്ടിയ കാര്യമല്ല പറഞ്ഞത്, ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ്. സർക്കാർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തിൽ നിരപരാധികളാണ് മരിച്ചു വീഴുന്നത്. CPM ആയുധം താഴെ വയ്ക്കണം, ബോംബ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. തലശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ 85-കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവം സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ ഈ വിമർശനം. CPMന് ചിഹ്നം പോയാൽ AK ബാലൻ പറഞ്ഞതുപോലെ ഈനാം പേച്ചിയും മരപ്പെട്ടിയും വേണ്ട, ബോംബ് മതി എന്ന് സണ്ണി ജോസഫ് MLAയും പരിഹസിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ ആരും തുറന്നു നോക്കരുത് എന്ന നിർദ്ദേശം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ ആളാണ് മരിച്ചു വീണത്. എടുത്തു നോക്കിയതും കയ്യിലിരുന്ന് പൊട്ടി, മുഖം പോലും ഉണ്ടായില്ല ബാക്കി. പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലുള്ളത്. സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബ് തന്നെയാണ് ഇത് എന്നും സതീശൻ ആരോപിച്ചു. വയോധികൻ മരിച്ച സംഭവം ദൗർഭാഗ്യകരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമം കർശനമായും തടയും. ബോംബ് നിർമ്മാണത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം CPMന്റെ ബോംബ് രാഷ്ട്രീയത്തെ അതിനിശിതമായി വിമർശിക്കുകയും ചെയ്തു VD സതീശൻ. ബോംബ് നിർമ്മാണം എന്നു മുതലാണ് CPMന് സന്നദ്ധ പ്രവർത്തനമായി മാറിയത് എന്ന് സതീശൻ ചോദിച്ചു. നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്. നമ്മൾ ജീവിക്കുന്ന കാലവുമായി നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. 25-50 കൊല്ലം മുൻപ് ജീവിക്കേണ്ട ഒരു കാലത്തിലേതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് ഉണ്ടാക്കുകയാണ്. എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? സ്വന്തം പാർട്ടിക്കാർ തന്നെയല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കൈയും കാലും പോയി? തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, ആക്രി പെറുക്കാൻ പോയവർ, അങ്ങനെ എത്രയെത്ര നിരപരാധികൾക്കാണ് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിന്റെയും മരിച്ചതിന്റെയും പട്ടിക എന്റെ കയ്യിലുണ്ട്. ഐസ്ക്രീം പാത്രത്തിൽ ബോംബ് വെച്ചപ്പോൾ അത് ഐസ്ക്രീം ആണെന്ന് കരുതി കളിക്കളത്തിൽ വെച്ച് തുറന്ന് പരിക്കേറ്റ എത്ര കുട്ടികളുണ്ട്. ഇങ്ങനെയെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ കണ്ടാൽ തുറന്നു നോക്കരുത് എന്ന നിർദ്ദേശം കൂടി സർക്കാർ കണ്ണൂരിലെ ജനങ്ങൾക്ക് നൽകണം. ഇപ്പോൾ മരിച്ച വയോധികൻ 85 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയ ആളാണ്. സ്റ്റീൽ പാത്രം പൊട്ടിച്ചതിനെ തുടർന്ന് മരിച്ചു വീഴുകയായിരുന്നു. എത്ര ക്രൂരമായ രീതിയിലാണ് നിരപരാധികൾ കൊല ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആർക്കെതിരെയാണ് ബോംബുണ്ടാക്കുന്നത്? രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലെ CPMലെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ എറിയാൻ നിർമ്മിച്ച ബോംബുകൾ പൊട്ടിയെന്നത് ആർക്കാണ് അറിയാത്തത്? CPM നേതാക്കളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള രണ്ട് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സംഘം പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് കർഷക സംഘം ഓഫീസിന് പിന്നിൽ ബോംബ് ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പാനൂരിൽ തുടർച്ചയായി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തും സ്ഫോടനമുണ്ടായി. നിങ്ങൾ എന്തായാലും RSSകാരെ നേരിടാൻ വേണ്ടി ബോംബ് ഉണ്ടാക്കി എന്ന് എല്ലാവർക്കും അറിയാം. മസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ CPMുമായുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ബോംബുണ്ടാക്കിയത് ഞങ്ങൾ പാവങ്ങളെ എറിയാൻ വേണ്ടിയാണോ? 2019 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് പാനൂരിൽ ലീഗ് പ്രവർത്തകരെ നിങ്ങൾ ബോംബ് എറിഞ്ഞു കൊന്നത്. അതേപോലെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ബോംബുണ്ടാക്കിയത്. പാനൂരിൽ ഷെറിൻ കൊല്ലപ്പെട്ടപ്പോൾ അറസ്റ്റിലായവരെല്ലാം CPMകാരായിരുന്നു. CPMകാരെയും DYFIക്കാരെയും നിങ്ങളുടെ പോലീസ് മനഃപൂർവ്വമായി പ്രതിയാക്കിയതാണെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്.
ബോംബ് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിനോടിയെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതിയാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്ഷേപിച്ചത്. നിങ്ങളുടെ പോലീസിനെ കുറിച്ച് തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഇത്തരത്തിൽ പറഞ്ഞത്. എന്നു മുതലാണ് ബോംബ് നിർമ്മാണത്തെ സന്നദ്ധ പ്രവർത്തനമെന്ന ഓമന പേരിട്ട പാർട്ടി വിളിക്കാൻ തുടങ്ങിയത്? ഏത് സംഭവമുണ്ടായാലും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ പറയും. എന്നിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ രക്തസാക്ഷി മണ്ഡപമുണ്ടാക്കി അവരുടെ കുടുംബത്തെ അങ്ങ് സഹായിക്കും. നിരപരാധികളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുകയും ബോംബ് നിർമ്മിക്കുകയും ചെയ്യുന്ന എന്തൊരു ക്രിമിനലുകളും എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത്? ഇത് ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ? തീവ്രവാദികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളല്ലേ സംഭവിക്കുന്നത്? കഴിഞ്ഞ 6 വർഷത്തിനിടെ 32 പേരാണ് ബോംബ് നിർമ്മാണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. 89 പേർക്ക് കൈയും കാലുമില്ല. എന്നിട്ട് പോലീസ് എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിൽ എതിരാളികളെ നേരിടാനാണ് ബോംബ് ഉണ്ടാക്കിയത് എന്നാണ് പോലീസ് 3 റിമാൻഡ് റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയത്. 4ാമത്തെ റിമാൻഡ് റിപ്പോർട്ട് ഇട്ടപ്പോൾ ഉത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് കാരണമെന്നായി അത് മാറി. 3 റിമാൻഡ് റിപ്പോർട്ടുകളും ഒരുപോലെ എഴുതിയ പോലീസിനെ കൊണ്ട് 4ാമത്തെ റിപ്പോർട്ട് മാറ്റി എഴുതിച്ചത് ആരാണ്? ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ രക്തസാക്ഷികളാക്കുകയും ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ ക്രിമിനലുകളെ മഹത്വവൽക്കരിക്കുന്നത് പ്രോത്സാഹനമായി മാറുകയാണ്. സംഭവമുണ്ടായതിന് പിന്നാലെ സ്ഥലം വളഞ്ഞ സംഘം തെളിവുകൾ മുഴുവനായി നശിപ്പിച്ചു. അതും കഴിഞ്ഞാണ് പോലീസ് വന്നത്. പോലീസിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന കാലമാണിത്. ക്രിമിനൽ സംഘങ്ങൾക്ക് പോലീസും സർക്കാരും ഒത്താശ ചെയ്യുകയാണ്. റെയ്ഡ് നടത്തുമെന്നും പിടിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എവിടെയാണ് റെയ്ഡ് നടത്തിയത്? എവിടെയാണ് പിടിച്ചത്? പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നെഴുതുന്നത് പോലെ ഈ പറമ്പിൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കണമെന്ന് ബോംബ് വെക്കുന്നവനോടും പറയണം. അല്ലെങ്കിൽ പാവങ്ങളും കുഞ്ഞുങ്ങളും മരിച്ചു വീഴും.